പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിശയിലേക്ക് വന്ന് പെട്ടിരിക്കുകയാണ്. ഒടുവിൽ സത്യങ്ങളെല്ലാം പ്രഭ വീട്ടുകാരുടെ മുൻപിൽ വെച്ച് വിളിച്ച് പറയുകയാണ്. നിങ്ങളെല്ലാവരെയും ഇവർ ചതിക്കുകയാണ്. ഒരിക്കലും ഇവർ സ്വന്തമായി പുതിയൊരു കുടുംബ ജീവിതം തുടങ്ങിയിട്ടില്ല. നിങ്ങൾ എല്ലാവരുടെയും മുൻപിൽ ഇവർ കൃത്യമായ ഒരു നാടകം നടത്തുകയായിരുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും. പ്രഭ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം പ്രഭയ്ക്ക് വല്ല അറിവുമുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് കൃത്യമായ അറിവുണ്ട്. ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ. കാരണം ഞാൻ പറയുന്നത് സത്യമാണ്. കൃത്യമായ തെളിവുകളും എൻ്റെ പക്കലുണ്ട് എന്ന് പ്രഭ പറയുന്നു. ഇതോടെ മുന്നിലേക്ക് വരുന്ന മനുവിൻ്റെ അച്ഛൻ എന്തു തെളിവുകളാണ് പ്രഭയുടെ കൈവശമുള്ളത്? മനു എങ്ങനെയാണ് ഈ വീട്ടിലുള്ളവരെ ചതിച്ചത്? എനിക്ക് അറിയണം. ഇതോടെ പ്രഭ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അഞ്ജലിയെ പൊക്കിപ്പിടിച്ചാണല്ലോ ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അഞ്ജലി എന്തൊക്കെയാണ് ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് മുന്നിലേക്ക് വരുന്ന മനുവിന്റെ അമ്മ, പ്രഭ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടോ? ഈ വീട്ടിലെ മരുമകളാണ് അഞ്ജലി. അവളെ കുറിച്ച് ഇങ്ങനെ മോശമായത് പറഞ്ഞാൽ അതെല്ലാം കേട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അത് എതിർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നിലേക്ക് വരും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ കുറച്ച് സത്യങ്ങൾ പറയാൻ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ നിങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കി ഇവർ ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇവിടത്തെ ഉത്തമ ജോഡികളായി അഭിനയിച്ചുകൊണ്ടാണ് അഞ്ജലിയും മനുവും മുന്നിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ അവർ പരസ്പരം അകന്നു തന്നെയാണ് ജീവിക്കുന്നത്. ഒരിക്കലും അവർക്ക് പരസ്പരം ഇഷ്ടമായിരുന്നില്ല. നിങ്ങളുടെ നിർബന്ധം മൂലം മാത്രമാണ് അവർ വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ചതിന് ശേഷം മനുവും അഞ്ജലിയും ആദ്യം ചെയ്തത് എങ്ങനെ ഡിവോഴ്സ് ലഭിക്കും എന്ന് അറിയുന്നതിനായി വക്കീലിനെ കാണാൻ പോവുകയായിരുന്നു. ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് മനുവിന്റെ അച്ഛനും മനുവിന്റെ അമ്മയും. ഇതോടെ പ്രഭേ, ആവശ്യമില്ലാത്തത് പറയരുത്. ഇത് കേൾക്കുന്ന പ്രഭ, നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ദേ ഇവനോട് ചോദിക്കേ, മനുവിനോട്. അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് അവൻ പറയുകയാണ് എങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ തെളിയിച്ചു തരാം. മാത്രവുമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. ഈ മനു വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളുടെ പേരാണ് സ്നേഹ. ആ സ്നേഹ കല്യാണ മണ്ഡപത്തിലേക്ക് താലി കെട്ടുന്ന സമയത്ത് വരാനുള്ള പ്ലാൻ ആയിരുന്നു. അവിടെ വെച്ച് സ്നേഹയെ ഇവൻ താലി കെട്ടും. അതായിരുന്നു ഇവന്റെ പ്ലാൻ. പക്ഷേ ഇവനൊരു തിരിച്ചടി കിട്ടി. സ്നേഹയ്ക്ക് അന്നേ ദിവസം വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അഞ്ജലിയെ ഇവൻ താലി കെട്ടി സ്വന്തം ഭാര്യയാക്കിയത്. ഇതോടെ ഡിവോഴ്സ് ചെയ്യുന്നതിനുള്ള തീരുമാനം മനു എടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും മനു മാത്രമാണ് വില്ലനെന്ന്. അല്ല, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തലയിൽ വെച്ച് നടക്കുന്ന ഈ അഞ്ജലിയിലെ, ഈ വീട്ടിലെ മരുമകൾ, അവൾക്കും മറ്റൊരുത്തനെ ഇഷ്ടമായിരുന്നു. അവളും ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തിന് തയ്യാറായത്. അത് മറ്റാരുമല്ല, ഈ സൂര്യനാണ്, ഈ വീട്ടിലെ സൂര്യപ്രകാശ്. ഇവരെല്ലാവരും കൂടി നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഈ സത്യം അറിഞ്ഞ ഞാൻ വരെ ഒന്ന് ഭയന്നുപോയി. എന്തൊക്കെയാണ്
നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളുടെ ചുറ്റും നമ്മളുടെ വീട്ടിൽ തന്നെ അരങ്ങേറുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് അതുകൊണ്ട് തന്നെയാണ് സത്യങ്ങൾ നിങ്ങളെല്ലാവരും അറിയണമെന്ന് ഞാനിപ്പോൾ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നത്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനുവിന്റെ അച്ഛൻ മുന്നിലേക്ക് കയറി വന്നിരിക്കുകയാണ്. മനു, പ്രഭ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ അത് ഇപ്പോൾ വ്യക്തമാക്കണം. എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഇനിയും ഒരു പൊട്ടനെ പോലെ ഇതെല്ലാം കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് കേൾക്കുന്ന മനുവാകെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന മനുവിന്റെ അച്ഛൻ, അഞ്ജലി മോളെ, പ്രഭ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പ്രഭ ഈ പറഞ്ഞതെല്ലാം നുണയല്ലേ? നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ വഞ്ചിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെയല്ലേ? എന്നോട് സത്യം പറയൂ. എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. ഇതോടെ അവർ റെസ്പോൺസ് ചെയ്യാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇത് കാണുന്ന പ്രഭ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇവരുടെ ചതി, ഈ സൂര്യനടക്കം നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. സൂര്യ സ്നേഹിച്ച പെണ്ണാണ് അഞ്ജലി. എന്നിട്ടും അവൻ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ഇവിടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂര്യൻ തന്നെ വലിയൊരു കള്ളനാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സൂര്യ ആകെ പകച്ചു പോകുന്നു. ഇതോടെ സൂര്യയോട്, നിനക്ക് ഈ വീട്ടിൽ ഞാൻ നൽകിയ സ്ഥാനം അറിയാമല്ലോ, അതുകൊണ്ട് നീയെങ്കിലും പറയൂ, സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രഭേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. അഞ്ജലിയെ ഞാൻ പ്രണയിച്ചിരുന്നു. പക്ഷേ മനുവേട്ടനാണ് അഞ്ജലിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കുക തന്നെ വേണമെന്ന് സൂര്യ പറയുന്നു. ഇതോടെ മനുവും, അച്ഛ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. സത്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അറിഞ്ഞതിനെ തുടർന്ന് ഇതേ സമയം കുഴഞ്ഞു വീണിരിക്കുകയാണ് മനുവിന്റെ അച്ഛൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.